സുരേഷ് ഗോപിയുടെ ജെ.എസ്.കെയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചില്ല. അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സുരേഷ് ഗോപി നായകനായ ജെ.എസ്.കെ എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുന്നു. സുരേഷ് ഗോപി നായകനായി എത്തുന്ന ജെ.എസ്.കെയ്ക്ക് പ്രദർശനാനുമതി വൈകുന്നതോടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഹൈക്കോടതിയിൽ ഹർജി നൽകാനുള്ള നടപടി തുടങ്ങിയത് സുരേഷ് ഗോപി ചിത്രത്തിന് ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ചിത്രത്തിന്റെ ജാനകി എന്ന പേര് മാറ്റണമെന്ന നിലപാടിലാണ് കേന്ദ്ര സെൻസർ ബോർഡ്. നേരത്തെ സുരേഷ് ഗോപി ചിത്രം ജെ.എസ്.കെയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി. ഉണ്ണികൃഷ്ണൻ രംഗത്ത് എത്തിയിരുന്നു. സിനിമാ പേര് മാത്രമല്ല, കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ട് ഇടപെട്ടെന്നാണ് പറഞ്ഞതെന്നും എന്നിട്ടും മാറ്റമില്ലെന്ന് പറഞ്ഞതെന്നും ബി. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ സെൻസർ ബോർഡ് കണ്ട് പൂർണ്ണ സംതൃപ്തിയായ പടമാണ് ജാനകി വിസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിൽ 96 ഇടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന പേര് പറഞ്ഞിട്ടുണ്ടെന്നും അതൊക്കെ മാറ്റാനാകുമോയെന്നും ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു. വിഷയത്തിൽ ഫെഫ്ക പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റില്ലേ? കഥാപാത്രങ്ങൾ ഹിന്ദു ആണെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന്റെ പേരായിരിക്കും. എനിക്ക് സ്വന്തം പേര് പോലും ഇടാൻ പറ്റില്ലേ? മലയാള സിനിമയിലെ വില്ലന്മാരുടെ പേര് നോക്കൂ. വളരെ ഗുരുതരമായ പ്രശ്നം ആണിതെന്നും സംവിധായകനോട് നിയമപരമായി മുന്നേറാൻ പറഞ്ഞിട്ടുണ്ടെന്നും ബി. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ജെ.എസ്.കെയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചെന്ന വാർത്തകൾ പുറത്തുവന്നത്. സിനിമ ജൂൺ 27 റിലീസ് ചെയ്യാനിരിക്കെ ആയിരുന്നു നീക്കം. ഹൈന്ദവ ദൈവത്തിന്റെ പേരാണ് ജാനകി എന്നും ഇത് മാറ്റണമെന്നും ആയിരുന്നു കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലൗലി വിവാദം, വിഎഫ്എക്സിൽ ഈച്ച കോപ്പി എന്ന രാജമൗലി സിനിമയുടെ നിർമ്മാതാക്കൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഈച്ചയെ ചൊല്ലി മലയാള സിനിമയിൽ വിവാദം. മലയാള സിനിമ ലൗലിക്കെതിരെയാണ് പകർപ്പവകാശ ലംഘനം ആരോപിച്ച് രാജമൗലി ചിത്രമായ ഈഗയുടെ നിർമ്മാതാവ് സായി കൊറവതി വക്കീൽ നോട്ടീസ് അയച്ചത്. സിനിമയിൽ വിഎഫ്എക്സ് വഴി ചെയ്തിരിക്കുന്ന ഈച്ച തങ്ങളുടെ സിനിമയുടെ ഈച്ചയുടെ അതേ കോപ്പിയാണെന്നാണ് ഇവരുടെ ആരോപണം നിഷേധിച്ച ലൗലി സിനിമയുടെ സംവിധായകൻ ദിലീഷ് കരുണാകരൻ വിഷയം നിയമപരമായി നേരിടുമെന്നും അറിയിച്ചു. ഈച്ചയുടെ കഥാപാത്ര രൂപകൽപ്പന ഈഗ ടീമിന്റെ ബൗദ്ധിക സ്വത്താണെന്നും സിനിമയുടെ എല്ലാ ദൃശ്യ സൗന്ദര്യ ഘടകങ്ങളുടെയും പൂർണ്ണ അവകാശം അവഗണിക്കാണെന്നും നോട്ടീസിൽ അവകാശപ്പെടുന്നു. തങ്ങളുടെ ക്ലയന്റിന്റെ വ്യക്തമായ സമ്മതമില്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഏതെങ്കിലും പുനർനിർമ്മാണമോ അനുകരണമോ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനമാണെന്ന് നോട്ടീസിൽ പറയുന്നു. സംവിധായകൻ ദിലീഷ് കരുണാകരൻ കോപ്പിയടി ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചു. സിനിമയുടെ CGI സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തതാണെന്നും ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ടീമിന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്ത ആഷിഖ് കപൂർ ഛായാഗ്രാഹകനായ ലൗലി കഴിഞ്ഞ മെയ് 16-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. 2012-ൽ രാജമൗലി സംവിധാനം ചെയ്ത ഈഗയിലെ ഈച്ച പകർത്തിയത് നിയമലംഘനമാണെന്നാണ് ആരോപിച്ചാണ് ലൗലിയുടെ നിർമ്മാതാക്കളായ വെസ്റ്റേൺ ഘട്ട് പ്രൊഡക്ഷൻസിനും നിയോ എന്റർടൈൻമെന്റ്സിനും വക്കീൽ നോട്ടീസ് ലഭിച്ചത്. ലൗലി സിനിമയുമായി നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾക്കൊപ്പം സിനിമയിൽ നിന്ന് ലഭിച്ച വരുമാനവും കൈമാറിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. തിയേറ്ററിൽ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രം കഴിഞ്ഞ ദിവസമാണ് OTTയിൽ എത്തിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.